മനുഷ്യന്റെ ഏത് വിഷമഘട്ടങ്ങളിലും മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്ന നബിയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മൻ സല്ല അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ആത്മാർത്ഥമായി എന്നെ സ്നേഹിച്ചൊരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, അവന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ 30% ആ സ്വലാത്തിന്റെ കാരണത്താൽ പരിഹാരം കിട്ടിപ്പോയി. എന്റെ 30%ആയത് 70% ആഖിറത്തിന്റെ കാര്യത്തിലാണ് നിന്റെ സ്വലാത്തിന്റെ ഫലം. നബിതങ്ങളുടെ സ്വലാത്തിന്റെ ഫലം 70% ആഖിറത്തിലാണ്. അത് തന്നെയല്ലേ മുസ്ലിമേ നമുക്ക് കിട്ടേണ്ടത്. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നീ എന്ന് മരിച്ചു പോയാൽ എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണെങ്കിലും തിരിച്ച് മക്കളെ ഏൽപ്പിക്കാതെ പറ്റില്ലല്ലോ. എന്നാൽ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ 70% റബ്ബിന്റെ ഹബീബിന്റെ റെക്കമെന്റ് കിട്ടുന്ന മേഖലയാണ് സ്വലാത്ത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരൊറ്റ സ്വലാത്ത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും പറ്റുന്നവരെ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. ജീവിതത്തിൽ ചൊല്ലിയാൽ നബിതങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ വലിയ കാരണമായി പോയി. മഹാനായ യൂസുഫ് നബി തങ്ങൾ പറയുന്നു, ആ സ്വലാത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയാൽ, അവരങ്ങ് ശുദ്ധിയോടെ കിടന്നുറങ്ങിയാൽ സ്വപ്നത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആ സ്വലാത്ത് കാരണമാണെന്നാണ് പറയുന്നത്. അല്ലാഹു നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മരിക്കുന്നതുവരെ ആ നബിതങ്ങളെ കാണാതെ അസ്രായീൽ വന്ന് തിരിച്ചു പിടിച്ചെന്ന് പോയാൽ നമ്മളെക്കാൾ ഭാഗ്യമില്ലാത്തവരാണ്. അല്ലാഹു നീ അത്തരം ഭാഗ്യക്കേടുള്ളവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. നബിതങ്ങളെ കാണാനുള്ള വലിയ സൗഭാഗ്യം ലഭിക്കുന്ന സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനേ. അതിനെന്ത് പോരായ്മ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അത് തിരുത്തി ജീവിക്കാനുള്ള തൗഫീഖ് ജനങ്ങളെ മുമ്പിൽ വഷളാക്കാതെ തന്നെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. اللهم صل على روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور. ഈ സ്വലാത്ത് ഒരു മനുഷ്യനെ ജീവിതത്തിൽ പതിവാക്കിയിട്ട് കൃത്യമായി ചൊല്ലിയാൽ ലോകത്തിന്റെ കാരുണ്യമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ. സ്നേഹിക്കുന്നവർക്ക് വലിയ സമാധാനമാണ് നബി, സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും കാരുണ്യമാണ് നബി. അബൂജഹലിനോട് വരെ കാരുണ്യം കാണിച്ച നബിയല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ കൈയൊഴിക്കൂല. എന്നാ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം, ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലി അങ്ങ് കിടന്നുറങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, അവൻ എന്നെ സ്വപ്നത്തിൽ കാണുക തന്നെ ചെയ്യും. വമൻ റആനി ഫീ മനാമിഹി, ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ ദർശിച്ചാൽ റആനി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ എന്നെ കാണാതിരിക്കൂല. വമൻ റആനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നെ എത്തിച്ചാലോ ശഫഅതു ലഹു, ഞാൻ അവന് ശുപാർശകനായി പോയി. വമൻ ശഫഅതു ലഹു, ആർക്കെങ്കിലും എന്റെ ശുപാർശ ലഭിച്ചാൽ ശരിബ മിൻ ഹൗളി, എന്റെ ഹൗളുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യവും അവന് ലഭിച്ചു പോയി. വഹറമല്ലാഹു ജസദഹു അലന്നാർ, ഭയാനകരമായ നരകത്തിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കാവൽ നൽകിപ്പോയി.
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ ദിബ്യാത്തി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നത്, ഞാൻ ആ സ്വലാത്തിനെ കുറിച്ച് മഹാനവറുകൾ പറഞ്ഞതങ്ങ് കേട്ടപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ജീവിതത്തിൽ പകർത്തിയാൽ സ്വപ്നം കാണുമെന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങ് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ അതൊന്ന് പരിശോധിച്ചു. ഞാനതൊന്ന് പരിശോധിച്ചു. ഞാൻ ആ സ്വലാത്ത് ജീവിതത്തിലേക്ക് പതിവാക്കി. ഒരു ദിവസം രാത്രിയിൽ നല്ല ശുദ്ധിയോടെ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല ശുദ്ധവാനായി ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ, ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമാണല്ലേ, റഹ്മത്തുൽ ലിൽ ആശിഖീൻ, സ്നേഹിക്കുന്നവർക്ക് വല്ലാത്ത സമാധാനമല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്ത് അത് ചൊല്ലിയിട്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി. നല്ല പൂർണ്ണമായ ശുദ്ധിയോടെ ഞാൻ അങ്ങ് കിടന്നുറങ്ങി. ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഫറഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലികൽ മനാം റുദിയ ജമീല ജിദ്ദാ. സ്വപ്നത്തിൽ ഞാൻ എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലൊരു സ്വപ്നം ഞാൻ അങ്ങ് കണ്ടു. മഹാനായ ദിബ്യാത്തി റഹിമഹുല്ലാഹ് തങ്ങൾ സ്വപ്നം കണ്ടതായി മഹാനായ അതേ യൂസുഫ് നബിഹാനി തങ്ങൾ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി പോയി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ കാണണമെന്ന നിയ്യത്തോടെ, നബി തങ്ങളെ പൂവം കണ്ടൊന്ന് ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന നിയ്യത്തോടെ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിച്ചു. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് യഥാർത്ഥത്തിൽ നബി തങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആശിഖീങ്ങളെ കൂട്ടത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. കള്ള സ്നേഹം കാണിക്കുന്ന കഥയെ കള്ളത്തിന്റെ ആളുകളെ പട്ടികയിൽ നീ ഞങ്ങളെ പെടുത്തിക്കളയരുതേ അല്ലാഹ്. നിസ്കാരം വേണ്ടെന്ന് പറയുന്ന ശൈഖ്, നബി തങ്ങളെ ചര്യ വേണ്ടതില്ല എന്ന് പറയുന്ന ശൈഖ്, അത്തരം ആളുകളെ കീഴ്പ്പെട്ട് ഞങ്ങളെ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. അവിടുത്തെ പിന്തുടർന്ന് അവിടുത്തെ പൊരുത്തം വാങ്ങി ജീവിക്കാൻ പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക്